തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പൂരത്തിലെ രാഷ്ട്രീയ ഇടപെടൽ സംബന്ധിച്ച അന്വേഷണ സംഘമാണ് തൃശൂരിൽ മൊഴിയെടുക്കുന്നത്. 3 മണിക്ക് തൃശൂർ രാമനിലയത്തിൽ വെച്ചാണ് മൊഴിയെടുക്കുക. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. വീണ്ടും അവർ മൊഴിയെടുക്കൽ തുടരുകയാണ്. മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ. തന്നെ അടുത്ത പൂരത്തിന് ഏതാണ്ട് 2 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോഴും ഈ സർക്കാർ ഏൽപ്പിച്ച ത്രിതല അന്വേഷണ സംഘത്തിന്റെ നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ക്ലോസ് ചെയ്യാനുള്ള സമയത്തേക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ മന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴിയെടുത്തിരുന്നു, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ മൊഴിയെടുത്തിരുന്നു, ആരോഗ്യ പ്രവർത്തകരുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പൂരത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലേക്ക് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതെ, വളരെ വ്യക്തമാണ്. ഈ വർഷത്തെ പൂരത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും മൊഴിയെടുക്കൽ നടപടികൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.